A hearty welcome to the second part of the series Know the Root, Know the Word. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം മറ്റൊരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക്. വെൽക്കം. ആകെ മൊത്തം കഷ്ടതയാണല്ലേ? എല്ലായിടത്തും ഭയങ്കര മഴക്കെടുതികൾ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. നിങ്ങളെല്ലാവരും സേഫ് അല്ലേ? ആരെങ്കിലുമൊക്കെ മഴ കാരണം അല്ലെ മഴക്കാലം കാരണം പ്രിപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്തോ? ഇന്ന് മഴയല്ലേ, എങ്കിൽ പിന്നെ ഇന്ന് പഠിക്കണ്ട, നാളത്തേക്ക് വെക്കാം. അങ്ങനെ നാളത്തേക്ക് വെച്ചാൽ നാളെ നീളെ അങ്ങനെ അങ്ങ് നീണ്ടു പോകും കേട്ടോ. കാരണം മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ വെയിൽ കൃത്യമായിട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട്. ഓക്കെ, യെസ്. അപ്പൊ മഴക്കാലത്താണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായിട്ട് പഠിക്കാൻ പറ്റുക. പുറത്ത് നല്ല മഴ, ചൂടിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. ഒരു നല്ല കട്ടൻ ചായയുടെയോ കട്ടൻ കാപ്പിയുടെയോ അകമ്പടിയോട് കൂടി പിനാക്കൾ എടുക്കുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. ഇനി അതും പോരാഞ്ഞിട്ട് ബ്ലാക്ക് ബുക്ക് എടുക്കുന്നു, കുറച്ചധികം വാക്കുകൾ പഠിക്കുന്നു. എത്ര രസകരമായിട്ട് പഠിക്കാം അല്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി ആ വൈബ് നിലനിർത്തി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ 100% ഊർജത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് മൂലപദങ്ങളെ കുറിച്ചാണ്. വാക്കുകളെ കുറിച്ച് പഠിക്കുന്നതിനെ പറ്റി തന്നെയാണല്ലോ ഈ ഒരു സീരീസ് Know the Root, Know the Word സീരീസ്. ഓക്കെ, നമ്മൾ ഇന്ന് 3 റൂട്ട് വേർഡ്സിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതിൽ തന്നെ നമുക്ക് മാക്സിമം വാക്കുകൾ, അതായത് പറയുന്ന ഏത് റൂട്ട് വേർഡ് ആണോ അതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം വാക്കുകൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം സമയം വൈകിക്കാതെ നമുക്ക് ഒന്നാമത്തെ വാക്കിലേക്ക് പോയാലോ? ഓക്കെ, മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് വേർഡ്. സ്ക്രീനിലേക്ക് നോക്കുക. ഒന്നാമത്തെ വേർഡ് ഡെമോ. ഡെമോ നമ്മുടെ അന്യൻ സിനിമയിലെ റെമോ അല്ല, ഡെമോ. അപ്പോൾ ഡെമോ ഭാഗമായിട്ടുള്ള വാക്കുകൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ, ഒരുപാട് വാക്കുകൾ ഇപ്പൊ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഡെമോ ഒരുപക്ഷെ ആദ്യത്തിൽ വരാം, അല്ലെങ്കിൽ ആ ഒരു വാക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കടന്നുകൂടിയിട്ടുണ്ടാകും. ഡെമോ, യെസ്. ഡെമോ, the word demo actually comes from the Greek word demos. ഗ്രീക്ക് വേർഡ് ആണ്. ഇതാണ് ഇതിന്റെ മൂലപദം എന്ന് പറയുന്നത്. ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം പീപ്പിൾ അഥവാ പോപ്പുലേഷൻ എന്നാണ്. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളുക, ഡെമോ ഭാഗമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക്, അതിന്റെ മൂലപദം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഡെമോ അടങ്ങിയ വാക്കത് ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ സമാനമായിട്ടുള്ള റിലേറ്റഡ് വേർഡാണ് ലാറ്റിനിലെ ഒരു വാക്കുണ്ട്, പോപ്പുലൂസ്. പോപ്പുലസ് എന്ന് ഇംഗ്ലീഷിൽ വായിക്കും, പക്ഷെ യഥാർത്ഥ ലാറ്റിൻ പ്രൊനൗൺസിയേഷൻ പ്രകാരം പോപ്പുലൂസ് എന്നാണ്. ഈ വാക്കിന്റെയും അർത്ഥം പീപ്പിൾ എന്ന് തന്നെയാണ്, ജനങ്ങൾ എന്ന് തന്നെയാണ്. ഈ പോപ്പുലൂസ് എന്ന ഇത് ലാറ്റിൻ പദമാണ് കേട്ടോ. ഇവിടെ എൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. അപ്പൊ ഇനിയുള്ളതിൽ ഞാൻ ജി എന്ന് പറയുന്നത് ഗ്രീക്കും എൽ എന്ന് പറയുന്നത് ലാറ്റിനുമായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കില്ലേ? ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കേ. പോപ്പുലൂസ് ലാറ്റിൻ പദമാണ്, പീപ്പിൾ. ഈ പോപ്പുലൂസിൽ നിന്ന് വന്നിട്ടുള്ള ചില ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് പോപ്പുലർ. പോപ്പുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനപ്രീതിയുള്ള, ജനശ്രദ്ധയുള്ള, എന്താണ്, ലൈക്ക്ഡ് ബൈ മെനി എന്നാണ്. ലൈക്ക്ഡ് ബൈ, യെസ്, ജനപ്രിയമായ എന്നാണ് പോപ്പുലർ. യെസ്, പോപ്പുലർ ആക്ടർ. യെസ്, പോപ്പുലസ്, പോപ്പുലസിറ്റി, പോപ്പുലസ് മാർക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ജനസാന്ദ്രമായതാണ് പോപ്പുലസ്. യെസ്, ക്രൗഡഡ് എന്ന് പറയാം, ക്രൗഡഡ്. യെസ്, പോപ്പുലേഷനും ഈ പോപ്പുലൂസ് എന്ന നമ്മുടെ ലാറ്റിൻ പദത്തിൽ നിന്ന് വരുന്നതാണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ, യെസ്. അതുപോലെ മറ്റൊരു വാക്കാണ് പോപ്പുലേസ്, പോപ്പുലസ്, പോപ്പുലസ്. അതിൻ്റെയും അർത്ഥം ഒരു റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരെ ജനറൽ പബ്ലിക് എന്ന് കൊടുക്കാം. ജനറൽ പബ്ലിക്, ആൾക്കാരെ പൊതുവായിട്ട് ജനറൽ പബ്ലിക് പറയുന്നതാണ് കേട്ടോ. യെസ്, ജനറൽ പബ്ലിക്. ഇതാണ് ഈ പോപ്പുലൂസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്യം, ഒരു ഫ്രേസ് ഉണ്ട്. ഒരുപക്ഷെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാനൊക്കെ ചിന്തകന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ലാറ്റിൻ
വാക്യമാണ്. ഇവിടെ എഴുതാം പൊട്ടസ്താസ് പോപ്പുലോ. പൊട്ടസ്താസ് പോപ്പുലോ which means power to the people. Power to the people. അധികാരം ജനങ്ങളിലേക്ക്. പൊട്ടസ്താസ് പോപ്പുലോ, പവർ ടു ദ പീപ്പിൾ എന്നാണ് കേട്ടോ. പവർ ടു ദ പീപ്പിൾ, അധികാരം ജനങ്ങളിലേക്ക്. അതിനാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലേ? യെസ്, ഓക്കെ. ഈ പൊട്ടസ്താസ് എന്ന വാക്കിന്റെ അർത്ഥം പവർ എന്നാണ്. ഓക്കെ. ഈ പൊട്ടസ്താസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് കടന്നു വരുന്ന ചില ഇംഗ്ലീഷ് പദങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊട്ടന്റ്. പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഐ എം പൊട്ടന്റ്, പൊട്ടന്റ് ഇനഫ് ടു കിക്ക് എ ബോൾ. യെസ്, പൊട്ടന്റ് ശക്തിയുള്ള എന്നാണ്, സ്ട്രോങ് എന്നാണ് അതിന്റെ അർത്ഥം. സ്ട്രോങ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു വാക്കാണ് ഇംപൊട്ടന്റ്. ദുർബലനായ, ശക്തിയില്ലാത്ത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ലാക്കിംഗ് സ്ട്രെങ്ത് എന്നാണ്. ലാക്കിംഗ് സ്ട്രെങ്ത്. മറ്റൊരു വാക്കാണ്, ഒരുപക്ഷെ നിങ്ങൾ മുൻവർഷ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഓംനിപൊട്ടന്റ്. ഓംനിപൊട്ടന്റ്. ആരാ ഓംനിപൊട്ടന്റ്? ഓംനി എന്ന് പറഞ്ഞാൽ ഓൾ എന്നാണ്, സർവശക്തൻ. ദൈവങ്ങളെയൊക്കെ നമ്മൾ ഓംനിപൊട്ടന്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇംഗ്ലീഷിൽ. ഓംനിപൊട്ടന്റ് ഗോഡ്. ഓൾ എന്നാണ് ഒമ്നിയുടെ അർത്ഥം. ഓൾ പൊട്ടന്റ്, പവർഫുൾ, ഓൾ പവർഫുൾ, സർവശക്തൻ. ഓക്കെ. അപ്പൊ ഈ ഡെമോയുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ വാക്യവും അതുപോലെ റൂട്ട് വേർഡ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കും. അപ്പം ബേസിക്കലി ഈ ഡെമോ എന്ന വാക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡെമോ ഭാഗമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളാണ്. ഒന്നാമത്തെ വേർഡ് നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണ് ഡെമോക്രസി. ഡെമോക്രസി അഥവാ ജനാധിപത്യം. ജനാധിപത്യം. എന്റെ മലയാളം കറക്റ്റ് ആണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. ഓക്കെ, മലയാളമൊക്കെ എഴുതിയിട്ട കാലങ്ങൾ കുറെ. യെസ്, ഡെമോക്രസി. ഡെമോക്രസിയുടെ റൂട്ട് വേർഡ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഡെമോസ് പീപ്പിൾ എന്നാണ്. അതുപോലെ ഇത് എൻഡ് ചെയ്യുന്നത് ക്രസിയാണ്. ക്രസി എന്നത് ആക്ച്വലി വരുന്നത് ക്രാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ജി എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. വിച്ച് മീൻസ് ടു റൂൾ എന്നാണ്. റൂൾ എന്നാണ്, ഭരിക്കുക. ക്രാറ്റോസ്, അതിൽ നിന്നാണ് ക്രസി എന്ന വാക്ക് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്രസി എന്ന് പറഞ്ഞാണ് ഒരു വേർഡ് അവസാനിക്കുന്നതെങ്കിൽ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ഭരണം അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെ ഒരുപാട് ക്രസിയിൽ അവസാനിക്കുന്ന വാക്കുകൾ നമുക്കറിയാം അല്ലെ? പ്ലൂട്ടോക്രസി, അരിസ്റ്റോക്രസി അല്ലെ, ഓട്ടോക്രസി, നൗ ഡെമോക്രസി. ഓക്കെ, ഇതൊക്കെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ഇവിടെ റൂൾ ബൈ പീപ്പിൾ എന്നാണ് അതിന്റെ അർത്ഥം. അധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളൊക്കെ ആ ജനാധിപത്യത്തിൽ ഭാഗവാക്കുകളാകുന്ന ആൾക്കാരാണ് അല്ലെ? യെസ്. Okay, democracy is a form of government where the power lies with the people. The citizens have the right to vote, choose their leaders and take part in making laws either directly or through representatives. Okay, നമ്മൾ ഇന്നത്തെ ആ ഒരു സിസ്റ്റം നമ്മൾ അനുഭവിക്കുന്ന അല്ലെ നമ്മൾ ഭാഗമായിട്ടുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന എന്നൊക്കെ പറഞ്ഞ എക്സാക്ട് ഡെഫിനിഷൻ ഞാൻ മറന്നുപോയി. ബട്ട് സ്റ്റിൽ അങ്ങനെ പഠിച്ചതായിട്ട് രസകരമായി ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, India is the largest democracy in the world where people choose their leaders through voting. അല്ലേ? വോട്ടിങ്ങിലൂടെ അവരവരുടെ ജനപ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്ത്? നമ്മുടെ രാജ്യം. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ റൂട്ട് വേർഡ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് വേർഡ്. സെക്കൻഡ് വേർഡ് ഡെമഗോഗ്. ഡെമഗോഗ് കേട്ടിട്ടുണ്ടോ ആ വാക്ക്? ഡെമഗോഗ് കീറി പരിശോധിക്കുമ്പോ ഡെമോസ്, അപ്പം ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, പീപ്പിൾ. പിന്നെ ഈ ഗോഗ് എന്നുന്ന അഗോഗോസ് എന്ന വാക്കാണ്. അഗോഗോസ് എന്നാണ്. വിച്ച് മീൻസ് അതൊരു ഗ്രീക്ക് വേർഡാണ് അഗോഗോസ്, വിച്ച് മീൻസ് ലീഡർ എന്നാണ്. ലീഡർ. അപ്പം ബേസിക്കലി ഇതിന്റെ അക്ഷരാർത്ഥം അല്ലെങ്കിൽ മൂലപദങ്ങളുടെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം
ലീഡർ ഓഫ് പീപ്പിൾ എന്നാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഗതി ലീഡർ ഓഫ് പീപ്പിൾ എന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നമുക്ക് ചുവപ്പും കൊണ്ട് സൂചിപ്പിക്കാം. ഒരു നെഗറ്റീവ് സെൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ലീഡർ ഓഫ് ദ പീപ്പിൾ എന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിലല്ല പറയുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അർത്ഥതലത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. A demagogue is a political leader who tries to gain power and support by playing with people's emotions and fears. ആൾക്കാരുടെ വികാരങ്ങളെയും അവരുടെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു പേടികളെയും അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് സപ്പോർട്ട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നേതാക്കളെ ഒക്കെയാണ് ഡെമോഗോഗ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ ഈ കവല പ്രസംഗം നടത്തുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിക്കുക. നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യുന്നത്? ഭയത്തിന്റെ വിത്തുകൾ ജനങ്ങളിലേക്ക് എത്തിക്കും അല്ലെ. അവനാണ് നമ്മുടെ കൊടി പിടിച്ചത്, അല്ലെ അവിടെ കല്ലെറിഞ്ഞത്, അല്ലെ അവരാണത് ചെയ്തത് എന്ന് പറഞ്ഞ് ആൾക്കാരുടെ നമ്മൾ ചോര തിളപ്പിക്കുക എന്ന് പറയും അല്ലെ. അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി ആൾക്കാരെ വിഭജിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ മുതലെടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന ആൾക്കാരെയാണ് ഡെമോഗോഗ് എന്ന് പറയാം. ഈ ഗോഗിൽ അവസാനിക്കുന്ന മറ്റു പദങ്ങളും ഇല്ലേ യഥാർത്ഥത്തിൽ? നിങ്ങൾക്ക് ഏതെല്ലാം പദങ്ങൾ അറിയാം ഗോഗിൽ അവസാനിക്കുന്ന? ഏതൊക്കെയത്? ഇപ്പം ഉദാഹരണത്തിന് പെഡഗോഗ്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെഡഗോഗ്. പെഡഗോഗിന്റെ അർത്ഥം ഞാൻ ഇവിടെ കുറച്ച് താഴത്തേക്ക് എഴുതാം കേട്ടോ. പെഡഗോഗിന്റെ അർത്ഥം, ഇത് ശ്രദ്ധിക്കണേ, ഈ വാക്കിന്റെ അർത്ഥമാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് സ്ഥലപരിമിതി മൂലം ഇങ്ങോട്ട് എഴുതുന്നതാണ്, ശ്രദ്ധിക്കുക. ടീച്ചർ എന്നാണ്, സ്ട്രിക്റ്റ് ടീച്ചർ എന്നാണ്. ഇതിന്റെ റൂട്ട് വേർഡ്സ് പരിശോധിക്കുമ്പോൾ പൈദോസ് ഗ്രീക്ക് പദമാണ്, വിച്ച് മീൻസ് ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ്, ചിൽഡ്രൻ എന്ന് കൊടുക്കാം, ചിൽഡ്രൻ. പിന്നെ അഗോഗോസ് എന്നാണ്, ദാറ്റ് മീൻസ് ലീഡർ എന്നാണ്, ലീഡർ ഓഫ് ചിൽഡ്രൻ, ദാറ്റ് മീൻസ് ടീച്ചർ എന്നാണ് അർത്ഥം. ഈ പൈദോസ് എന്ന വാക്കിൽ നിന്ന് വരുന്ന മറ്റൊരു വാക്കാണ് പീഡിയാട്രീഷ്യൻ. പീഡിയാട്രീഷ്യൻ ഇതും ഈ പൈദോസ് എന്ന വാക്കാണ്, പൈദോസിൽ നിന്നാണ് വരുന്നത്. പൈദോസ് എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. പീഡിയാട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ചികിത്സിക്കുന്ന, അല്ല കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടറെയാണ് നമ്മൾ എന്ത് പറയാ? പീഡിയാട്രീഷ്യൻ എന്ന് പറയാം. അയട്രോസ് എന്ന ഈ ട്രിഷ്യൻ എന്നത് അയട്രോസ് എന്ന ഗ്രീക്ക് പദമാണ്. അയട്രോസിന്റെ അർത്ഥം ഫിസിഷ്യൻ എന്നാണ്, വൈദ്യൻ എന്നാണ് അയട്രോസിന്റെ അർത്ഥം. ഈ പൈദോസും അയട്രോസും ചേർന്നിട്ടാണ് എന്ത്? പീഡിയാട്രീഷ്യൻ എന്ന് ഇംഗ്ലീഷ് വാക്കുന്നുണ്ട്. അതിന്റെ മൂലപദങ്ങളാണ് ഈ രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഫിസിഷ്യൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടർ, പീഡിയാട്രീഷ്യൻ. അതേപോലെ മറ്റൊരു വാക്കാണ് ഈ ഗോഗിൽ അവസാനിക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും, സിനഗോഗ്. ഇത് യഹൂദന്മാര് പ്രാർത്ഥനയ്ക്കായിട്ട് സമ്മേളിക്കുന്ന ആ ഒരു കൂടാരത്തെയാണ് നമ്മൾ എന്ത് പറയാ? സിനഗോഗ് എന്ന് പറയാം. ഈ സിൻ എന്ന് പറഞ്ഞാല് നമ്മൾ വേറെയും, സിൻ എന്ന് പറഞ്ഞാൽ ടുഗെദർ എന്നാണ് അർത്ഥം. ഇതിപ്പോ എഴുതാൻ സ്ഥലമില്ലല്ലോ അല്ലേ വന്നു. ഇതിവിടെ എഴുതും. ഓക്കെ, സിനഗോഗ് ഇവിടെ എഴുതാം. സിനഗോഗ് എന്ന വാക്ക്, സിൻ എന്ന് പറഞ്ഞാൽ ടുഗെദർ എന്നാണ്. പിന്നെ ഗോഗിന്റെ റൂട്ട് വേർഡ് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, അഗോഗോസ് എന്നാണ് ലീഡർ. ഒരു ലീഡറിന്റെ ഒരുമിച്ച് ഒരു ലീഡർ അല്ലെ, ലീഡറിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇവിടെ നോക്കിയേ, അഡോൾഫ് ഹിറ്റ്ലർ വാസ് കോൾഡ് എ ഡെമോഗോഗ് ബിക്കോസ് ഹി യൂസ്ഡ് ഇമോഷണൽ സ്പീച്ചസ് ടു ടേൺ ദ ക്രൗഡ് അല്ലെ. 1933 മുതൽ 45 വരെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണകാലം ഭയങ്കര കലുഷിതമായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ ആണ് ഈ ഡെമോഗോഗിന്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ നാട്ടുകാരോട് പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന എല്ലാ വിപത്തുകളുടെയും കാരണം അത് കമ്മ്യൂണിസ്റ്റുകാരും
യഹൂദന്മാരുമാണ്. അങ്ങനെ ജനങ്ങളുടെ പൊതുവികാരം ഈ പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് നേരെ തിരിച്ചുവിട്ട് അവരെ ആക്രമിക്കാനുള്ള ഒരു ഉപാധിയാക്കി, അല്ല അത്തരത്തിലൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആർക്ക് സാധിച്ചു? അഡോൾഫ് ഹിറ്റ്ലറിന് സാധിച്ചു. എങ്ങനെ അദ്ദേഹം അത് ചെയ്തത്? ജനങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം അല്ലെ ദേശവികാരത്തെ ഉണർത്താനും, അല്ലെ ഇത് നമ്മുടെ ദേശത്തിനെതിരാണ്, ഇവരെതിരാണെന്നങ്ങനെ ചിന്ത അവരിൽ വിതയ്ക്കാനൊക്കെ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം നിറഞ്ഞ പ്രസംഗങ്ങൾക്ക് സാധിച്ചു. അല്ലെ അങ്ങനെ ഒരു ജനതയെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ മറ്റൊരു വർഗത്തെ അടിച്ചമർത്താൻ, സക്സസ്ഫുള്ളി ഭരണം നടത്താൻ ഈ പറഞ്ഞ അഡോൾഫ് ഹിറ്റ്ലറിന് സാധിച്ചു. അദ്ദേഹം ഒരു ഡെമോഗോഗ് എന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, യെസ്. സെക്കൻഡ് വേർഡ്, മൂന്നാമത്താണ് അല്ലെ, ഡെമോഗ്രഫി. ഡെമോഗ്രഫി ഇതും ഡെമോസ് തന്നെയാണ്, പീപ്പിൾ. ഗ്രഫി എന്ന് പറയുന്നത് ഗ്രാഫോ എന്ന വാക്കിൽ നിന്നാണ്. ഗ്രാഫോന്റെ അർത്ഥം റൈറ്റ് എന്നാണ്. അപ്പൊ ഈ ഗ്രഫി, ഗ്രാഫർ തുടങ്ങിയതിൽ എൻഡ് ചെയ്യുന്നതാണെങ്കിൽ അത് എഴുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, കലയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇത് എഴുതുക എന്നാണ്, ജനങ്ങൾ എഴുതുക. ഡെമോഗ്രഫിയുടെ അർത്ഥം നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാം. ജനസംഖ്യാശാസ്ത്രം എന്നാണ്, അല്ലെ? ജനസംഖ്യാശാസ്ത്രമാണെന്ത്? ഡെമോഗ്രഫി. അതിന്റെ റൂട്ട് വേർഡ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡെമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ, ഗ്രാഫോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് കേട്ടോ. പീപ്പിൾ റൈറ്റ് എന്നാണ്. Demography is a scientific study of human populations. It includes the analysis of population size, growth, birth rates, death rates, age, gender, income, education and more. കണ്ടോ? ആൾക്കാരുടെ ഒക്കെ എന്താണ് പറയാ, അവരുടെ സൈസ്, ഗ്രോത്ത്, ബർത്ത് റേറ്റ്, അല്ല മരണനിരക്ക്, ജനന നിരക്ക്, ഏജ് ഗ്യാപ്പ്, ലിംഗം തുടങ്ങിയ കാര്യങ്ങൾ നിർണയിച്ചുകൊണ്ട് ജനസംഖ്യയെ പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഗവൺമെന്റ് യൂസസ് ഡെമോഗ്രഫി ഡാറ്റ ടു പ്ലാൻ ഫോർ സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഇൻ ഗ്രോയിങ് സിറ്റീസ്. അല്ലെ ഡെമോഗ്രഫി അല്ലെ ജനസംഖ്യാ പഠന കണക്കുകൾ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള വാക്കാണ്. നമ്മൾ അതിന്റെ റൂട്ട് വേർഡ്സ് മാത്രം, അതിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത വേർഡ് ഡിമോട്ടിക്. ഡിമോട്ടിക് ഉടനെ ഡീമൺ, പൈശാചികം എന്നൊന്ന് ചിന്തിക്കരുതേ, അത് ഭയങ്കര പൈശാചികമായി പോകും അങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെ, അങ്ങനെയല്ല. ഡെമോട്ടിക് എന്ന് പറഞ്ഞാൽ ഡിമോസ് എന്ന വാക്കിൽ നിന്നാണ് അതും വരുന്നത്. അതിന്റെ അർത്ഥം ജനപ്രീതിയുള്ള എന്നാണ്. ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് കുറെ കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഡെമോട്ടിക് എന്ന് പറയും. റിലേറ്റബിൾ ആയിട്ടുള്ള, relatable to common people. Demotic refers to the language, customs or culture that is common among the ordinary people in a society. It usually means something simple, informal and used in everyday life rather than formal or academic. വളരെ ഔപചാരികമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യമല്ല, മറിച്ച് അനൗപചാരികം, ഇൻഫോർമൽ ആയിട്ട് വളരെ എന്താണ് ലളിതമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഡെമോട്ടിക് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇതൊരു ലാംഗ്വേജ് ആകാം, അല്ല അതൊരു കസ്റ്റമാകാം, ഒരു സംസ്കാരമാകാം. ഇത്തരത്തിൽ സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് ഡെമോട്ടിക് എന്ന് പറയും. റിലേറ്റബിൾ ടു കോമൺ പീപ്പിൾ എന്നാണ്. ദ ഫിലിം യൂസ്ഡ് ഡെമോട്ടിക് ലാംഗ്വേജ് സോ ദാറ്റ് ഈവൻ വില്ലേജേഴ്സ് കുഡ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ ഡയലോഗ്സ്. അല്ലേ, വളരെ എന്താണ് പറയോ കഠോരമായിട്ടുള്ള വാക്കുകളൊന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഡെമോട്ടിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ആ ഫിലിം യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് അതിലെ സംഭാഷണ ശകലങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഡെമോട്ടിക് ആയിരുന്നു, റിലേറ്റബിൾ ആയിരുന്നു, റിലേറ്റബിൾ ടു കോമൺ പീപ്പിൾ. ഓക്കെ, മറന്നു പോകരുതേ, ഇറ്റ് ആക്ച്വലി കംസ് ഫ്രം ദ വേർഡ് ഡിമോസ്. ഓക്കെ, യെസ്, അതുകൂടി മനസ്സിൽ വെക്കുക. അടുത്തിലേക്ക് പോവാം. കേട്ടിട്ടുണ്ടാവും പാൻഡമിക്. നമ്മളൊരു 5 വർഷം അനുഭവിച്ചതല്ലേ ഒരു പാൻഡമിക്. പാൻഡമിക് എന്താണ്? പാൻഡമിക് പാൻഡമിക് എന്ന് പറഞ്ഞാൽ, പാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. പാൻ ഇന്ത്യൻ റിലീസ് അല്ലേ, പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു കാലഘട്ടമല്ലേ. ഒന്ന് മൊഴി മാറ്റി തമിഴിലേക്കല്ല തെലുങ്കിലേക്കാക്കി അത് പാൻ ഇന്ത്യ ആയി അല്ലേ, അങ്ങനെ ഒരു കാലഘട്ടമാണ്. യെസ്, പാൻഡമിക്
ഇതും ഡെമോസ് എന്ന വാക്കിൽ നിന്നാണ്. ഡെമോസ് പീപ്പിൾ, ഓൾ പീപ്പിൾ, അഫക്റ്റിംഗ് ഓൾ പീപ്പിൾ. അതിന്റെ മീനിങ് എന്താണ്? അഫക്റ്റിംഗ് ഓൾ പീപ്പിൾ, എല്ലാ റീജിയനിലെയും എല്ലാ മേഖലയുമുള്ള ആൾക്കാരെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു കാര്യത്തെ പാൻഡമിക്. പാൻഡമിക് ഈസ് എ ഡിസീസ്, ഒരു ഡിസീസാണ്. A disease outbreak that spreads across countries and affects a very large number of people worldwide. It usually spreads fast and causes serious health problems across regions or the whole world. ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ ഒരു 5 വർഷം അനുഭവിച്ചതാണ്. ഏതാ? COVID-19. COVID-19 ഒരു പാൻഡമിക് ആണെന്ന് പറയാം, അല്ലേ? അതിർത്തികളൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയി, അല്ലെ? ചൈനയിൽ നിന്ന് തുടങ്ങിയാണ്. അതെങ്ങനെ അങ്ങനെ തുടങ്ങി നമ്മുടെ കേരളത്തിൽ ഈ, അല്ലെ, ഇങ്ങ് വരെ എത്തി. COVID-19, യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ COVID-19 പാൻഡമിക് affected millions of lives around the globe and changed how people lived and worked. അല്ലേ? അത് വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇന്നിപ്പോ നമ്മൾ എവിടെ നോക്കിയാലും എല്ലാവരുടെ കയ്യിലും പ്രായഭേദമന്യേ, അല്ലെ, ഏജ് ഗ്യാപ്പ് ഭേദമന്യേ എല്ലാവരുടെ കയ്യിലും എന്തുണ്ടാവും? ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. അതല്ലേ ഏറ്റവും വലിയൊരു മാറ്റം. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് പേയ്മെന്റ്സ് ഡിജിറ്റലായി. ഇന്നെല്ലാ ചെറിയ പച്ചക്കറി പീടികയിൽ ഒരു തട്ടുകടയിൽ പോയാലും എന്താണ്? ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ തുടങ്ങിയ കാര്യങ്ങളാണ്, അല്ലേ? അത് ഉപയോഗിക്കാൻ പ്രായമുള്ളവർ വരെ പഠിച്ചു, അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ആൾക്കാരുടെ ചിന്താഗതിയിലും. കുറച്ചും കൂടി ഒരു ഗ്ലോബലൈസ്ഡ് ആയി എന്ന് പറയാം, അല്ലേ? പലതരത്തിലുള്ള കോണ്ടന്റുകൾ പലരിലേക്കും എത്തി. ഒരു ഗ്ലോബൽ വില്ലേജായി മാറി എന്ന് വേണം പറയാൻ കൊറോണയ്ക്ക് ശേഷം, അല്ലേ? ആൾക്കാർ തമ്മിൽ അത്രയും സംസ്കാരങ്ങൾ തമ്മിൽ അടുത്ത് ഇടപഴകാൻ തുടങ്ങി. അതൊക്കെ ഈ ഒരു ഇന്റർനെറ്റ് റെവല്യൂഷന് ബന്ധപ്പെട്ട് സംഭവിച്ചാണ്. യെസ്, അങ്ങനെയൊക്കെ കാരണമാകാൻ ഈ പറഞ്ഞ വൈറസ് ഒരു പ്രധാനപ്പെട്ട റീസൺ തന്നെയാണ്. യെസ്, ഓക്കെ. പാൻഡമിക്, എൻഡമിക്, പാൻഡമിക്കും എൻഡമിക്കും. എൻഡമിക് മീൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എൻഡോഗമി എന്ന് പറഞ്ഞിരുന്നു. എൻഡോഗമി എന്താ? ഗാമോസ് മാരേജ് ആണ്. എൻഡ് അല്ല, എൻഡോ എന്ന് പറഞ്ഞാൽ വിത്തിൻ എന്നാണ്. ഇതേ അർത്ഥം തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ എൻ അല്ലെങ്കിൽ എൻഡോ എന്നൊക്കെ ആണെങ്കിൽ ദാറ്റ് മീൻസ് വിത്തിൻ എന്നാണ്. വിത്തിൻ എ റീജിയൻ ആകാം, വിത്തിൻ എ സൊസൈറ്റി ആകാം, ഒന്നിന്റെ ഉള്ളിൽ നിന്നാണ്. ഈ ഡെമിക് എന്ന് പറഞ്ഞാൽ ഡെമോസ്, പീപ്പിൾ സമം പീപ്പിൾ. അപ്പൊ എന്താണ് എൻഡമിക്? വിത്തിൻ പീപ്പിൾ. എൻഡമിക് റെഫേഴ്സ് ടു എ ഡിസീസ് ഓർ കണ്ടീഷൻ. ഡിസീസ് തന്നെയാണ്, പക്ഷെ പാൻഡമിക്കിൽ നിന്ന് എന്താണ് എൻഡമിക്കിനെ വ്യത്യസ്തമാക്കുന്നത്? That regularly exists in a particular region or among a certain group of people. Unlike a pandemic, it is local and consistent over time. അല്ലേ? ഒരു പാൻഡമിക്കിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എന്താ വ്യത്യാസപ്പെടുന്നത്? ഭയങ്കര പ്രാദേശികമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ റീജിയനിലോ അല്ലെങ്കിൽ ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ നടുക്ക് റെഗുലർ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഡിസീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡമിക്. അത് ഗ്ലോബൽ ഔട്ട്ബ്രേക്ക് ആയിട്ട് മാറുമോ? ഇല്ല, ഗ്ലോബൽ റീച്ച് ഒന്നുമില്ല. ആ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ വല്ല ആ ഒരു പ്രദേശത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഈ മലേറിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലേറിയ, ഈ മലേറിയ നമ്മുടെ ആഫ്രിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്നതാണ്, അല്ലേ? ട്രോപ്പിക്കൽ റീജിയൻസിൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു എൻഡമിക് ആണ് മലേറിയ. ലോകമെമ്പാടും വളരെ ഫാസ്റ്റ് ആയിട്ട് വ്യാപിക്കണമെന്ന് നിർബന്ധമില്ല. എൻഡമിക് ടു സം ട്രോപ്പിക്കൽ കൺട്രീസ് വെയർ മൊസ്കിറ്റോസ് ആർ കോമൺ. നമ്മുടെ ആഫ്രിക്ക, അല്ലേ? ആഫ്രിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. യെസ്, ഓക്കെ, യെസ്. അതാണ് എൻഡമിക്കും പാൻഡമിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കാം. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് റൂട്ട് വേർഡ് ആൻഡർ എന്നാണ്. ആൻഡർ, റൂട്ട് വേർഡ് ആൻഡർ. എന്താണ് ആൻഡ്രൂ? ആൻഡർ, ആൻഡ്. ഇത് വരുന്നത് ആൻഡ്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഗ്രീക്കാണ് ജി, വിച്ച് മീൻസ് മെയിൽ എന്നാണ്. മനുഷ്യൻ എന്നും പറയാറുണ്ട്, പക്ഷെ പുരുഷൻ എന്നാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ അർത്ഥം.
ആൻഡ്രോസ് എന്ന മെയിലാണ്. അപ്പൊ ആൻഡ്രൻ തുടങ്ങുന്ന അല്ലെങ്കിൽ അത് ഭാഗമായിട്ടുള്ള വാക്കുകള് പുരുഷ സംബന്ധിയായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പം ആൻഡ്രൻ ഓർത്ത് നോക്കാം. അപ്പം ആൻഡ്രോയിഡ് എന്ന് ആലോചിച്ചാൽ മതി. ആൻഡ്രോയിഡിന്റെ രൂപം എങ്ങനെയാ? ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലേ പുള്ളിക്കാരൻ്റെ ഒരു ഇതല്ലേ ഓക്കെ. ആൻഡ്രോയിഡിന്റെ ഷേപ്പ് ഇങ്ങനെയാണോ? ഓക്കെ. മെയിൽ റോബോട്ട് അല്ലേ? എൻ്റെ ആൻഡ്രോയിഡ് ഒരു കഞ്ഞി പിടിക്കാത്ത ആൻഡ്രോയിഡ് ആയിപ്പോയി അല്ലേ? ഓക്കെ, ആൻഡ്രോയിഡ് എന്ന് ചിന്തിച്ചാൽ മതി. മെയിൽ റോബോട്ട്. ഓക്കെ, ആൻഡ്രോയിഡിന്റെ ചിഹ്നം ഓർത്തിരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് ഗിനെ എന്ന വാക്ക്. ഗിനെ ഒരു ഗ്രീക്ക് പദമാണ്, വിച്ച് മീൻസ് വുമൺ എന്നാണ്. വുമൺ. ഇത് ശ്രദ്ധിക്കണം, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ്രന്റെ ഓപ്പോസിറ്റ് ആണ് ഗിനെ. ഒരുപാട് വാക്കുകളിൽ ഇത് ഭാഗമായിട്ട് നമുക്ക് അറിയാം അല്ലെ? ഇപ്പൊ ഉദാഹരണം ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്? ഗൈനക്കോളജിസ്റ്റ് അല്ലെ? ഗൈനക്കോളജി, ഗൈന വുമൺ. കണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് ഗൈനക്കോളജി. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഹെൽത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണെന്ത്? ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഫീമെയിൽ ഹെൽത്തിനെ കുറിച്ച്. ഓക്കെ, യെസ്. ലോജി എന്ന ഇത് വരുന്നത് അതും കൂടി പറഞ്ഞു തരാം. ലോജി, ഒരുപാട് വാക്കുകൾ ഈ ലോജിയിൽ എൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അത് ലോഗോസ് എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ലോഗോസ് വിച്ച് മീൻസ് സ്റ്റഡി എന്നാണ്. സ്റ്റഡി, മനസ്സിലായോ? ലോഗോസ് ഈ ലോജിയിൽ എൻഡ് ചെയ്യുന്ന വാക്കാണ്. ഇത് സ്റ്റഡി, പഠനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ലോഗോസ്, പഠനം. ഓക്കെ, യെസ്. അപ്പം അതുപോലെ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ബി ഡിസ്കസിങ് words related to men. Okay. മിസ് ആൻഡ്രി എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി മിസോഗാമിസ്റ്റ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് കണ്ട ഒരാളാണെങ്കിൽ ഇപ്പൊ ചാടി കയറി അതിന്റെ ഉത്തരം പറയും. നിങ്ങൾക്ക് ആ വാക്ക് അറിയില്ലെങ്കിൽ പോലും റൂട്ട് വേർഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ അതിലേക്ക് എത്തും. നോക്കാം, നമ്മൾ ഓൾറെഡി പഠിച്ചു. മിസ് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. മിസോസിന്റെ അർത്ഥം ഹെയ്റ്റ്രഡ് എന്നാണ്. ഹെയ്റ്റ്രഡ്, വിരോധമാണ്. ആൻഡ്രി അറിയാലോ, മെയിൽ, പുരുഷ വിരോധം. മിസാൻഡ്രിയുടെ അർത്ഥം എന്താണ്? പുരുഷ വിരോധം. മിസാൻഡ്രി is the hatred, dislike against men. It's opposite of misogyny. ഇവിടെ ഒരു വേർഡും കൂടി ഉണ്ട്, മിസോജിനി. ഇത് മിസോസ്, പിന്നെ ഗൈന എന്ന വാക്ക് വുമൺ ആണ്. ഇത് സ്ത്രീ വിരോധമാണ്. മിസോജിനി എന്ന് പറഞ്ഞാല് സ്ത്രീ വിരോധമാണ്. സ്ത്രീ വിരോധിയായിട്ടുള്ള ഒരാളെ മിസോജിനിസ്റ്റ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? മിസ്ആൻഡ്രി, പുരുഷ വിരോധം. നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുക ഈ സ്ത്രീ വിരോധം എന്ന് പറഞ്ഞ പദമാണ്. എന്നാൽ ഇങ്ങനെയും ഒരു പദം കൂടി ഉണ്ടെന്ന്, മിസ്ആൻഡ്രി എന്നൊരു പദം കൂടി ഉണ്ടെന്ന്. മിസോജിനിസ്റ്റ് എന്നൊക്കെ ഇവൻ ഒരു മിസോജിനിസ്റ്റാന്നൊക്കെ ചിലരെങ്കിലും ഒക്കെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. Okay, which is hated toward women. A person with misandry may distress or avoid men entirely. അപ്പൊ മിസാൻഡ്രി ഉള്ള ഒരാൾ എന്ത് ചെയ്യുമെന്നറിയോ? പുരുഷന്മാരെ അവർ വിശ്വസിക്കില്ല. അപ്പൊ പുരുഷന്മാരുടെ സാമീപ്യം ഉണ്ടെങ്കിൽ പരമാവധി അതിൽ നിന്ന് അകലം പാലിക്കാൻ ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രമിക്കും. She was accused of misandry after repeatedly making negative comments about all men her speeches. ചില ആൾക്കാരെങ്കിലും ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും അല്ലെ, അവരുടെ പ്രഭാഷണങ്ങളൊക്കെ. അപ്പൊ അവൾ എന്ത് ചെയ്തു? അവൾക്ക് പുരുഷ വിരോധമുണ്ടെന്ന്
ആരോപിക്കപ്പെട്ടു. കാരണം എന്താ? അവളുടെ എല്ലാ സ്പീച്ചസിലും അവൾ എന്ത് ചെയ്തു? ഈ പുരുഷന്മാർക്കെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഉൾപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ട് അവൾക്ക് പുരുഷ വിരോധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടു എന്നാണ് ഇത് പറയുന്നത്. ഷി വാസ് അക്യൂസ്ഡ് ഓഫ്. അക്യൂസിന്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണത് ഓഫ്. അക്യൂസ്ഡ് ഓഫ്. ഹി ഈസ് അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ്. മോഷണത്തിന് ആരോപിക്കപ്പെട്ടു എന്നാണ്, കുറ്റം ചാർത്തപ്പെട്ടു എന്നൊക്കെയാണ് കേട്ടോ. യെസ്, അബൌട്ട് ഓൾ മെൻ ഇൻ സ്പീച്ചസ്. ഓക്കെ. യെസ്, മിസാൻഡ്രി ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. മിസോജിനി, യെസ്, വിരോധമാണ്. മിസാൻഡ്രി, യെസ്, ആൻഡ്രോസ്. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ആൻഡ്രോജിനസ്. ആൻഡ്രോജിനസ് ഇതും റൂട്ട് വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ്രോസ്, ആൻഡ്രോസ്, അതുപോലെ ഇവിടെ ഒരു വാക്ക് ഗിനെ. അപ്പൊ പുരുഷനുമുണ്ട് സ്ത്രീയുമുണ്ട്. ആരെയാണ് ആൻഡ്രോജിനസ് എന്ന് വിളിക്കുക? നമുക്ക് നോക്കാം. ആൻഡ്രോജിനസ് ഡിസ്ക്രൈബ്സ് സംവൺ who has both male and female qualities. അതായത് സ്ത്രൈണ്യ സ്വഭാവവും പുരുഷ സ്വഭാവവും ഒരുമിച്ചുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ആൻഡ്രോജിനസ് എന്ന് വിളിക്കും. ഹാവിംഗ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്വാളിറ്റീസ് ഇൻ അപ്പിയറൻസ് ഓർ ബിഹേവിയർ. ഒരുപക്ഷെ അവരുടെ ആ ഒരു അപ്പിയറൻസിലാകാം, അവർ തിരഞ്ഞെടുക്കുന്ന ഔട്ട്ഫിറ്റിലാവാം, അല്ല അവരുടെ ബിഹേവിയറിന്റെ സ്പെല്ലിംഗ് ഇത് സ്പെൽ ചെക്ക് വന്നപ്പോൾ മാറിപ്പോയതാണ്. നമ്മുടെ ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രകാരം ബിഹേവിയർ യു വേണം കേട്ടോ. യെസ്. It can also refer to things like fashion or styles that don't clearly belong to one gender. അപ്പം ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള, ഇന്ന ജെൻഡർ എന്ന് പറയാത്ത, പുരുഷൻ എന്നല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയാത്ത തരത്തിലുള്ള ഫാഷൻ ട്രെൻഡുകളെ നമുക്ക് എന്ത് പറയാം? ആൻഡ്രോജിനസ് എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ. അത്തരത്തിലുള്ള ആൾക്കാരില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ BTS ബാൻഡ് അല്ലെ, ഒരു ഡ്രാമയല്ലോ, നമ്മുടെ ബാൻഡ് മെയിൽ ബ്രാൻഡാണ് അല്ലെ, പുരുഷന്മാരാണ്. ഒരു മെയിൽ ബാൻഡ് ആണെങ്കിൽ കൂടിയും അവരുടെ വസ്ത്രധാരണവും അപ്പിയറൻസ് ഒക്കെ സ്ത്രീകളുടേതുപോലെയാണ് അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ നെയിൽ പോളിഷ് ധരിച്ചിട്ടുണ്ടാവും, നല്ല മാല, എന്താണ് പറയുക, നമ്മുടെ ഈ ചെവിക്കിടുന്നതിന് എന്താ പറയുക, നമ്മുടെ കമ്മലൊക്കെ ധരിച്ചിട്ടായിരിക്കും അവർ വരുന്നത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ. യെസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ നമുക്ക് ആൻഡ്രോജിനസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതേപോലെ ഫേമസ് ആയിട്ടുള്ള പോപ്പ് സിംഗേഴ്സ്, ഇംഗ്ലീഷ് പോപ്പ് സിംഗേഴ്സ്, ഹാരി സ്റ്റൈൽസ് അല്ലേ, നെയിൽ പോളിഷ് ഇടും, പേള് കൊണ്ടുണ്ടാക്കിയ മാല ധരിക്കും, ട്രഡീഷണലി സ്ത്രീകളുടേതായിട്ട് കരുതുന്ന ചില വസ്ത്രങ്ങളുണ്ട്, അത് ധരിച്ച് അദ്ദേഹം സ്റ്റേജിലെത്താറുണ്ട്. ചില പിങ്ക് പോലുള്ള നിറങ്ങൾ, എപ്പോഴും സ്ത്രീകളുടേതായിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്ന നിറമല്ലേ പിങ്ക്, അത് അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹം സ്റ്റേജിലെത്താറുണ്ട്, ഹാരി സ്റ്റൈൽസ്. നേരെ ബില്ലി ഐലിഷ്, മറ്റൊരു പോപ്പ് സിംഗറാണ് ബില്ലി ഐലിഷ് എന്ന് പറയുന്നത്. ബില്ലി ഐലിഷ് അവരൊരു സ്ത്രീയാണെങ്കിലും പലപ്പോഴും പുരുഷൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് പലപ്പോഴും അവരെ വേദിയിൽ കാണപ്പെടാറ്. ഓക്കെ. ദ സിംഗേഴ്സ് ആൻഡ്രോജിനസ് ലുക്ക് ഹെൽപ്ഡ് ദം അപ്പീൽ ടു എ വൈഡർ ഓഡിയൻസ് ഹു അപ്രീഷിയേറ്റഡ് നോൺ ട്രഡീഷണൽ സ്റ്റൈൽ അല്ലെ. പുത്തൻ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള നോൺ ട്രഡീഷണൽ സ്റ്റൈലാണ് അല്ലെ. യൂണിസെക്സ് മെറ്റീരിയൽസ് അല്ലെ, യൂണിസെക്സ് ഡിസൈൻസ് ഒക്കെ ഇന്ന് ഒരുപാടധികം ആൾക്കാർ വാങ്ങുന്നുണ്ട് അല്ലേ. നമ്മുടെ ഷർട്ടിലുണ്ട്, അതുപോലെ പാൻറ്റിൽ ഇതുപോലുള്ള യൂണിസെക്സ് ഡിസൈൻസും സ്റ്റൈൽസും ഒക്കെ ഇന്നെല്ലാവരും പ്രിഫർ ചെയ്യുന്നു. അത് കാലത്തിൻ്റെ ഒരു മാറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. യെസ്. അടുത്തത് ഫിലാൻഡറർ. ഫിലോസ്, ഫീലിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിലോസ് എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ്. ആൻഡ്രോസ് എന്ന് പറഞ്ഞാൽ മാൻ. അപ്പം സ്വർഗാനുരാഗി എന്ന് ചിന്തിക്കരുത്. പുരുഷൻ ലവിങ് വുമൻ അല്ലെ, പുരുഷനെ സ്നേഹിക്കുന്നു എന്നൊന്നും കരുതൽ, അങ്ങനെയല്ല. ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ ലവിങ് മാൻ എന്നാണ്. പക്ഷേ ഇതൊരു പോസിറ്റീവ് അർത്ഥമല്ല, നെഗറ്റീവ് അർത്ഥമാണ്.
നെഗറ്റീവ് ആണ് കേട്ടോ, നെഗറ്റീവ് അർത്ഥമാണ്. ഒരുപാട് സ്നേഹം കുറച്ച് കൂടിപ്പോയ പുരുഷന്മാര് അവരെയാണ് ഫിലാൻഡറർ എന്ന് വിളിക്കുക. നെഗറ്റീവ് കനോട്ടേഷൻ ആണ്. അപ്പം ഒറിജിനലി ലവിങ് മാൻ, സ്നേഹമുള്ള മനുഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ കാലക്രമേണ അതിനൊരു നെഗറ്റീവ് കനോട്ടേഷൻ വന്നു. വുമണൈസർ എന്നതാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. വുമണൈസർ, എ മാൻ who loves many women എന്നാണ് കേട്ടോ. A man who loves many women ആണ് ആര്? Philanderer. A philanderer is a man who flirts or has many casual romantic relationships. അതായത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള കാഷ്വൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ ഏർപ്പെടുന്ന ഒരു പുരുഷനെയാണ് എന്ത് പറയാ? ഫിലാൻഡറർ എന്ന് വിളിക്കുക കേട്ടോ. He had a reputation as a philanderer because he dated many women without being serious with any of them. Okay, പ്രത്യേകിച്ച് സീരിയസ്നെസ് ഒന്നും ഇല്ലാതെ നമ്മൾ കോഴി എന്നൊക്കെ പറയില്ലേ, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥമാണ്. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രം കേട്ടോ, മറ്റൊരു രീതിയിൽ അതിനെ എടുക്കരുത്. ഓക്കെ, നിങ്ങൾക്കത് പെട്ടെന്ന് കണക്റ്റ് ആയിക്കോട്ടെ. നമ്മൾ ഇന്നത്തെ ഒരു ഭാഷയില്ലേ കോഴി എന്നൊക്കെ പറയുമല്ലേ, ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒരുപാട് ചേച്ചിമാരുടെയും ഒക്കെ കൂടെ പോകുന്ന ആൾക്കാരങ്ങനെ പറയില്ലേ നമ്മൾ. യെസ്, സ്ത്രീകൾ, ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ആളെ നമ്മൾ കോഴി എന്ന് വിളിക്കും അല്ലേ. ഓക്കെ, നെഗറ്റീവായിട്ട് എടുക്കരുത്. നിങ്ങൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഫിലാൻഡർ എന്ന വാക്ക് വരുമ്പോൾ ഇതാലോചിക്കുക കേട്ടോ. ഫിലോസ്, ഫീലിയ, നമ്മൾ ബിബ്ലിയോ ഫൈൽ തുടങ്ങിയ വാക്കൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. യെസ്, ഓക്കെ, യെസ്, ഫിലാൻഡർ. അടുത്ത വേർഡ് ആൻഡ്രോളജി. നമുക്ക് ഇതിന്റെ അർത്ഥം വേഗം മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഓൾറെഡി കണ്ടു. ലോജി, ലോജിയിൽ എന്ത് ചെയ്യുന്ന ലോഗോസ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. സ്റ്റഡി എന്നാണ് അർത്ഥം. അപ്പം ആൻഡ്രോളജി എന്തായിരിക്കും ഇവിടെ? ആൻഡ്രോളജി ഈസ് എ മെഡിക്കൽ ഫീൽഡ് ദാറ്റ് ഫോക്കസസ് ഓൺ മെയിൽ ഹെൽത്ത്, എസ്പെഷ്യലി റിലേറ്റിംഗ് ടു ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഇഷ്യൂസ് ലൈക്ക് ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഹോർമോണൽ പ്രോബ്ലംസ്. അപ്പം പുരുഷന്മാരെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാസ്ത്ര ശാഖയാണെന്ന് പറയാ ആൻഡ്രോളജി എന്ന് പറയാം. He went to see a specialist in andrology to get treatment for low testosterone levels. Yes, അപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ ലെവൽ കുറവായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ആൻഡ്രോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറെ കാണാൻ പോയി അല്ലേ. യെസ്, മറ്റൊരു ഹോർമോണിന്റെ പേരും കൂടി ഉണ്ട് കേട്ടോ, ആൻഡ്രോസ്റ്റെറോൺ. കേട്ടിട്ടുണ്ടോ? ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടോ? ആൻഡ്രോസ്റ്റെറോൺ ടെസ്റ്റോസ്റ്റെറോണിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്ത്? ഈ ആൻഡ്രോസ്റ്റെറോൺ എന്ന് പറയാം. യൂറിനിലൊക്കെ അതിന്റെ ശേഷിപ്പുകൾ കാണും ടെസ്റ്റിങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ. ഓക്കെ, വളരെ മൈൽഡ് ആയിട്ടുള്ള എഫക്ട്സ് മാത്രം വരുത്തുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ടെസ്റ്റോസ്റ്റെറോണിന്റെ ആൻഡ്രോസ്റ്റെറോൺ. കണ്ടോ, ആ വാക്കിലും എന്തുണ്ട്? ഈ ആൻഡ്രോ എന്നൊരു വാക്ക്. അപ്പൊ നിങ്ങൾ ഇത് ഒന്നും അറിയില്ലെങ്കിൽ കൂടി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത്തരത്തിലുള്ള മെഡിക്കൽ ടേംസ് ചോദിക്കാറുണ്ടെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പം ആൻഡ്രോ ഉൾപ്പെട്ട വേർഡ് ആണെങ്കിൽ അത് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. മറിച്ച് ഗൈൻ അല്ലെ ജിനെ തുടങ്ങിയ വാക്കുകളൊക്കെ ആണെങ്കിൽ അത് സ്ത്രീ സംബന്ധിയായിട്ടുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്തത് ആൻഡ്രോഫോബിയ. ഫോബിയ നമുക്കറിയാം അകാരണമായിട്ടുള്ള ഭയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഫോബോസ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്, വിച്ച് മീൻസ് ഫിയർ എന്നാണ്. ഫിയർ അല്ലെങ്കിൽ ഒരു അവേർഷൻ, അകാരണമായിട്ടുള്ള ഭയം. ആൻഡ്രോഫോബിയ ഈസ് എൻ ഇന്റൻസ് ഫിയർ ഓർ ആൻസൈറ്റി അബൌട്ട് മെൻ. പുരുഷന്മാരോടുള്ള അകാരണമായ ഭയത്തെയാണ് എന്ത് വിളിക്കുന്നത്? ആൻഡ്രോഫോബിയ എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഷീ സ്ട്രഗിൾഡ് വിത്ത് ആൻഡ്രോഫോബിയ. അപ്പം കുട്ടിക്കാലത്തെ ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾക്ക് ആൻഡ്രോഫോബിയ രൂപപ്പെട്ടു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഷീ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു ഷീ കുഡന്റ് ട്രസ്റ്റ് ഹർ മെയിൽ ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ അവരുടെ പുരുഷ അധ്യാപകരുമായിട്ട് ഇടപഴകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഷീ ഹാഡ് ആൻഡ്രോഫോബിയ, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. കാരണം പുരുഷന്മാരോടുള്ള അകാരണമായിട്ടുള്ള ഭയമാണ് കേട്ടോ. യെസ്.
അവസാനത്തെ റൂട്ട് വേർഡാണ് ക്രോണോ. ക്രോണോ ക്രോണോ കേട്ടിട്ടുണ്ടോ? ക്രോണോ, ക്രൊണോളജി. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ക്രൊണോളജിക്കൽ ഓർഡർ പ്രകാരം അടുക്കി വെക്കാൻ പറഞ്ഞ ഫാക്ട്സിനൊക്കെ ഇങ്ങനെ തരുന്ന ചോദ്യങ്ങളൊക്കെ നേരിട്ടിട്ടില്ലേ ഹിസ്റ്ററിയുടെ ക്ലാസ്സിലൊക്കെ? ഹ്യൂമാനിറ്റി സ്ട്രീം ഒക്കെ എടുത്ത ആൾക്കാരാണെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. യെസ്. BA ഹിസ്റ്ററി ആൾക്കാരൊക്കെ ഉണ്ടോ? ഓക്കെ, അവരൊക്കെ ഈ ക്രൊണോളജി പഠിച്ചവരായിരിക്കും. യെസ്, ക്രൊണോളജി. ക്രോണോ മീൻസ് ഇറ്റ് ആക്ച്വലി കംസ് ഫ്രം ദ വേർഡ് ക്രോണോസ്. ക്രോണോസ് മീൻസ് ടൈം എന്നാണ്. ഗ്രീക്ക് വേർഡാണ്. ക്രോണോസിന്റെ അർത്ഥം എന്താണ്? സമയം. അപ്പം ക്രോണോ എന്ന വാക്ക് എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും? ക്രോണോ ഉൾപ്പെട്ട വേർഡ് ആണെങ്കിൽ അത് സമയം അല്ലെങ്കിൽ കാലത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ക്രോണോസ് എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ഗ്രീക്ക് മിത്തോളജിയില് ഗോഡ് ഓഫ് ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോണോസ് എന്ന് വിളിക്കുന്നത്. ക്രോണോസ് ആരാണ്? ഗോഡ് ഓഫ് ടൈം ആണ്, സമയത്തിന്റെ ദേവൻ. അതായത് ഗ്രീക്ക് മിത്തോളജിയിൽ ഇപ്രകാരം ഒരു വിശ്വാസമുണ്ട്. അതായത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് മുന്നേ, അതായത് ആദിമ കാലഘട്ടത്തിൽ, ചരിത്രാതീത കാലം മുന്നേ ഈ ഗോഡ് ഓഫ് ടൈം അതായത് ക്രോണോസ് എന്ത് ചെയ്തെന്നറിയോ? ആകാശത്തെയും സമയത്തെയും വിധിയെയും ഒക്കെ ഇങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കോസ്മിക് മുട്ട അല്ലെ കോസ്മിക് എഗ് ഉണ്ടാക്കി. ആ എഗ്ഗിൽ നിന്നാണ് പിന്നീട് മനുഷ്യരും ജീവജാലങ്ങളൊക്കെ എന്താണ് പറയുക, ജീവന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ആ എഗ് ആണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ മുട്ടയിൽ നിന്നാണ് ജീവൻ രൂപപ്പെട്ടത്. അതൊരു വിശ്വാസമാണ്. യെസ്, ക്രോണോസ് എന്നതൊരു സമയദേവനാണെന്ന് മനസ്സിലാക്കുക. യെസ്, കോസ്മിക് എഗ്. യെസ്, ഓക്കെ, കോസ്മിക് എഗ്. അപ്പൊ ആ ഒരു കഥ ഓർമ്മയുണ്ടാവും കേട്ടോ, ക്രോണോ. യെസ്, നമ്മൾ അതിൽ നിന്നൊരു വാക്കാണ് ക്രോണിക്. ക്രോണിക് മമ്മൂട്ടിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയില്ലേ, ക്രോണിക് ബാച്ചിലർ അല്ലെ ക്രോണിക് ഡിസീസ് എന്നൊക്കെ, ഒരു ക്രോണിക് കണ്ടീഷൻ എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ധാരാളം തവണ കേട്ടിട്ടുണ്ട്. എന്താണ് ക്രോണിക്? സംതിങ് വിച്ച് ലാസ്റ്റ് ഫോർ ലോങ്, സോ ലോങ് എന്നാണ്. കുറെ കാലം നീണ്ടു നിൽക്കുന്ന ഒന്നിനെയാണ് ക്രോണിക് എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനി ക്രോണോ ഉൾപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ നോക്കുക. യെസ്, ക്രോണിക്കിൾ. ക്രോണിക്കിൾ. A chronicle is a detailed and factual account of events in the order they happened. ഇപ്പൊ കാലക്രമത്തിൽ ചിട്ടപ്പെടുത്തിയ സംഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ക്രോണിക്കിൾ എന്ന് വിളിക്കും. അത് എഴുതിയ ഒരു ഡോക്യുമെന്റ്. യെസ്, കാലക്രമത്തില് കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി എഴുതിയ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോണിക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് യൂഷ്വലി ഹിസ്റ്റോറിക്കൽ ആൻഡ് റെക്കോർഡ്സ് ഇമ്പോർട്ടൻറ്റ് ഹാപ്പനിങ്സ് ഓവർ ടൈം വിതൗട്ട് മച്ച് അനാലിസിസ്. അതായത് ഫാക്ച്വൽ അക്കൗണ്ട് ഓഫ് ഈവൻസ് ആണ്. കാലക്രമത്തിന്റെ ആദ്യം ഇത് നടന്നു, പിന്നെ ഇത് നടന്നു. പ്രത്യേകിച്ച് ഈ രാജവംശത്തിലെ ചില സുപ്രധാന തീരുമാനങ്ങൾ അല്ല യുദ്ധം നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കാലത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതി സൂക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരു രേഖയാണ് ക്രോണിക്കിൾ. ദ ബുക്ക് ഈസ് എ ക്രോണിക്കിൾ ഓഫ് ദ കിങ്സ് ലൈഫ്, റെക്കോർഡിംഗ് എവറി ബാറ്റിൽ ആൻഡ് ഡിസിഷൻ ഇൻ ഓർഡർ. അപ്പൊ ഈ ഒരു പുസ്തകം രാജാവിന്റെ ഒരു ഒരു ക്രോണിക്കിൾ ആണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ജീവിതവും തുടർന്ന് അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളും അല്ലെ അദ്ദേഹം നടപ്പിലാക്കിയ തീരുമാനങ്ങളൊക്കെ വളരെ കാലക്രമത്തിൽ അടയാളപ്പെടുത്തിയ ഒരു ബുക്ക്. അതിനെ നമ്മൾ ക്രോണിക്കിൾ എന്ന് വിളിക്കും അല്ലെ. എങ്ങനെ പഠിക്കാറല്ലേ ക്രോണിക്കിള്? മുഗൾ രാജവംശത്തെ കുറിച്ചുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രോണിക്കിൾ ഏതാണ്? ഹിസ്റ്ററി പഠിക്കുന്നവരല്ലേ നമ്മൾ, പഠിക്കേണ്ട ആവശ്യമില്ലേ? യെസ്, ഉണ്ട്. എങ്കിൽ പറ, ഏതാണ്? കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, ഏതാണ് ആ പ്രസിദ്ധമായിട്ടുള്ള ക്രോണിക്കിൾ? മുഗൾ രാജവംശം, മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെട്ട അക്ബർ നാമ എന്ന് കേട്ടിട്ടില്ലേ? അക്ബർ നാമ ആരാ എഴുതിയത്? അക്ബർ നാമ വേഗം കമന്റിൽ പറഞ്ഞേ. അതുപോലെ ഒരുപാട് ക്രോണിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാ? ഹുമയൂൺ നാമയുണ്ട്, ഷാജഹാൻ നാമയുണ്ട്, പിന്നെ ഏതാണ്? നമ്മുടെ ആലംഗീർ നാമയുണ്ട്. യെസ്, ആലംഗീർ നാമ ആരാണ് എഴുതിയത്? മിർസ മുഹമ്മദ് ആണ് ആരെഴുതിയത്? ആലംഗീർ നാമ എഴുതിയത്. അതേപോലെ ഷാജഹാൻ നാമയുണ്ട്,
അതെഴുതിയത് ഇനായത്ത് ഖാൻ അല്ലെ, ഇനായത്ത് ഖാനാണ്. ഷാജഹാൻ നാമ എഴുതിയത്. യെസ്, ബാബർ നാമയുണ്ട്. ഓക്കെ, യെസ്, അതൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ക്രോണിക്കിൾസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്രൊണോളജി, ക്രൊണോളജി അഥവാ കാലക്രമം. കാലക്രമം. Chronology is the arrangement of events in the order they occurred in time. It helps understand the sequence and timing of past actions or historical developments. To understand the story properly, it's important to know the exact chronology of the events. അല്ലേ, കാലക്രമം എന്നാണ്. നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പല രാജവംശങ്ങളെ കുറിച്ച് നമ്മൾ പരാമർശിച്ചു പോകാറുണ്ട് അല്ലേ. അപ്പം അതിലെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ക്രൊണോളജി പഠിക്കും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പഠിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ പ്രകാരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇന്ന വർഷത്തിൽ ഇതാണ് സംഭവിച്ചത്. അപ്പം അങ്ങനെ വർഷങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വർഷം അറിയില്ല എങ്കിൽ പോലും ഏകദേശം ഊഹിക്കാൻ പറ്റും. 1920 ഇത് നടന്നത്, അപ്പം ഈ ഒരു പറഞ്ഞ സംഭവം ഏതാണ്ട് ഈ പീരീഡിലായിരിക്കും നടന്നിട്ടുണ്ട്. അങ്ങനെ കറക്കി കുത്താനും പറ്റും. ഞാൻ കറക്കി കുത്താൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നതല്ല, മറിച്ച് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാണ്. അപ്പൊ ക്രൊണോളജി പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്? കാലക്രമത്തില് കാര്യങ്ങൾ ഇങ്ങനെ ഓർഡറിലാക്കി വരുത്തുക, അത് ആ ഒരു ക്രമത്തെയാണ് ക്രൊണോളജി എന്ന് പറയാം കേട്ടോ. യെസ്, ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി പ്രോപ്പർലി, ഒരു കഥ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ഈവൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ ഒരു ചോദ്യമുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനിൽ വരുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യ ടൈപ്പാണ് പാരാജമ്പിൾസ്. എന്താ പാരാജമ്പിൾസ്? ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിള് അതിന്റെ ഓർഡർ തെറ്റിച്ച് തരും. അപ്പൊ ഈ പാരാജമ്പിൾസ് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കൊടുത്തിരിക്കുന്ന ഇൻസിഡന്റിന്റെ ക്രൊണോളജി മനസ്സിലാക്കണം അല്ലെ. ക്രൊണോളജി ഓഫ് ഈവൻസ് മനസ്സിലാക്കിയാലേ പാരാജമ്പിൾസ് എ ആണോ ബി ആണോ അല്ലോ ഡി ആണോ സി ആണോ ഏതാണ് ആദ്യം വരിക എന്ന് തീരുമാനിക്കുന്നത് ഈ ക്രൊണോളജി മനസ്സിലാകുമ്പോഴാണ്. ഓക്കെ, യെസ്. Yes, anachronism. Anachronism means is something negative word ആണ്. Is something that is out of its proper time period. It could be an object, idea or word that belongs to a different historical time that seems misplaced. അതായത് കാലക്രമത്തിൽ മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ അനാക്രോണിസം എന്ന് വിളിക്കും. അനാക്രോണിസം. അന എന്ന് പറഞ്ഞ നെഗറ്റീവ് വേർഡാണ്. അപ്പം കാലം തെറ്റിയെന്നാണ്. കാലം തെറ്റിയ ഒന്ന്, അതിനെയാണ് അനാക്രോണിസം എന്ന് പറയുന്നത്. The film had a funny anachronism. One of the warriors was using a wristwatch in an ancient battle scene. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പുരാതന സീരിയൽ ഷൂട്ട് ചെയ്യാണ്, ഒരു പുരാണ സീരിയൽ ഷൂട്ട് ചെയ്യാണ്, പുരാണ സീരിയൽ ഷൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഉദാഹരണം മഹാഭാരതം സീരിയൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ധൃതരാഷ്ട്ര നല്ല ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് കെട്ടി വന്ന് എങ്ങനെ ഇരിക്കും? അതൊരു തരം അനാക്രോണിസമാണ് അല്ലേ. നമ്മൾ ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു സീരീസ് ആ സീരിയൽ ഷൂട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ പീരിയോഡിക് ഡ്രാമയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് കാലഘട്ടത്തെ കുറിച്ചാണോ നമ്മൾ പരാമർശിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും ഒത്തുവരണം. അവിടെ റിസ്റ്റ് വാച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ഭയങ്കര കോമഡി ആയിരിക്കും അല്ലേ. അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള അനാക്രോണിസം ആയിരിക്കും. ഈ സിനിമയിലും അത്തരത്തിലുള്ള ഒരു രംഗമുണ്ടെന്നാ പറയുന്നത്. പുരാതന കാലത്ത് ഒരു യുദ്ധം കാണിക്കുമ്പോൾ അതിനകത്ത് ഒരു പോരാളി എന്ത് കെട്ടിയിരിക്കുകയാണ്? റിസ്റ്റ് വാച്ച് കെട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതൊരു തരത്തിലുള്ള അനാക്രോണിസമാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വേർഡ് സിൻക്രൊണൈസ്. സിൻക്രൊണൈസ്. ഈ സിൻ ഓൾറെഡി നമ്മൾ കണ്ടു. സിനഗോഗിന്റെ തുടങ്ങുന്നത് സിന്നിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ടുഗെദർ. സിനഗോഗ് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. ഡെമഗോഗ് എന്ന വാക്ക് പഠിക്കുമ്പോൾ സിനഗോഗ് എന്ന വാക്ക് പഠിച്ചതല്ലേ. ടുഗെദർ എന്നാണ്. ടുഗെദർ ടൈം. ടുഗെദർ ടൈം, ഒരുമിച്ച് സമയം. എന്തായിരിക്കും അത്? To synchronize means to make two or more things happen at the same time or in the correct timing with each other. It is often used for clocks, movements or activities that need perfect timing. Yes.
ഒരു ടൈമിലുള്ള അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒരുമിച്ച് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ സിങ്ക്രണൈസ് എന്ന് പറയുക. ദ ഡാൻസേഴ്സ് ഹാഡ് ടു സിങ്ക്രണൈസ് ദ സ്റ്റെപ്സ് ടു പെർഫോം ദ റുട്ടീൻ പെർഫെക്റ്റ്ലി. അപ്പോൾ ഒരു ഡാൻസ് സ്റ്റെപ്പ് അവർ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ അവരുടെ സ്റ്റെപ്സ് എന്ത് ചെയ്യണം? സിങ്ക്രണൈസ് ചെയ്യണം. ഒരാൾ ഇടത്തേക്ക് കാല് വലിക്കുമ്പോൾ മറ്റൊരാൾ വലത്തേക്ക് കാല് വലിച്ചാൽ ശരിയാവോ? ഇല്ല. രണ്ടു പേരും ഒരേ സമയത്ത് സിങ്ക്രണൈസ് ചെയ്ത് ആ ഒരു സ്റ്റെപ്പ് നടത്തിയാൽ മാത്രമേ അതിനൊരു ഭംഗി വരത്തുള്ളൂ, ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഡെക്കറം കൈവരത്തുള്ളൂ, അല്ലേ? ഇപ്പൊ സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ സംഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ, അതൊക്കെയാണ് അതിന്റെ അർത്ഥം, ഒരേ ടൈമിൽ സംഭവിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ക്രോണോ എന്നുള്ള വാക്കിനെ ക്ലോക്ക് എന്ന് ചിന്തിക്കുക. ക്ലോക്ക്, ക്രോണോ സമം ക്ലോക്ക് എന്ന് ചിന്തിക്കുക. അപ്പൊ അത് സമയമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. നമ്മൾ 3 വേർഡ്സ് ആണ്, 3 റൂട്ട് വേർഡ്സ് ആണ് പ്രധാനമായിട്ടും കണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റു കുറച്ച് റൂട്ട് വേർഡ്സുകളുമായിട്ട് കാണാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്.